ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓളിങ്ങനെ നിരങ്ങിയിട്ട് തന്നെയാണ് കൈ ഉപയോഗിച്ചിട്ട് ഓളെ കാര്യങ്ങളെല്ലാം നിരങ്ങിപ്പോയിട്ട് എല്ലാം ചെയ്യും, എല്ലാത്തിനും ഓക്കെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ എടരിക്കോട് ക്ലാരി സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷഹലേനെ കാണാനാണ്. സേലയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. സേലയ്ക്ക് ഇടത് കൈക്ക് ചെറിയൊരു ബലക്കുറവുണ്ട്, അതേപോലെ തന്നെ അരക്ക് താഴോട്ട് ഒക്കെ പിന്നെ ഒരു ശേഷി കുറവാണ്. അവൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ നിരങ്ങിയിട്ടാണ് പോവുക, അതല്ലെങ്കിൽ വീൽ ചെയർ യൂസ് ചെയ്യണം. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കണം കേട്ടോ. ഈ കാണുന്നതാണ് സേലേൻ്റെ വീട്. ഇതാണ് വീട് കേട്ടോ. ഈ വരുന്നതാണ് സേല കേട്ടോ. ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓളിങ്ങനെ നിരങ്ങിയിട്ട് തന്നെയാണ് കൈ ഉപയോഗിച്ചിട്ട് ഓളെ കാര്യങ്ങളെല്ലാം നിരങ്ങിപ്പോയിട്ട് എല്ലാം ചെയ്യും, എല്ലാത്തിനും ഓക്കെയാണ്. സേല എന്നിട്ട് എന്തൊക്കെയാ വിശേഷം? സേല എത്ര വരെയാ പഠിച്ചേ? അതിനുശേഷം പിന്നെ എന്തിനാ പഠിക്കാൻ പോയിനോ? പോയിട്ടില്ല. അപ്പോൾ വീൽ ചെയറിലായിനോ സ്കൂളൊക്കെ പോലെ? വണ്ടി പോയിട്ട് ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പോയി വരലാണ്. അവിടെ വീൽ ചെയർ ഉണ്ട്, അവിടെ ഇറക്കിയിട്ട് ഇരുത്തലൊക്കെ. സേലക്ക് എത്ര വയസ്സായി? 25 വയസ്സാണ് ആയതല്ലേ. ഇപ്പം ഇത് ജന്മന ഉള്ളതാണോ? ഈ പനി അങ്ങ് വന്നതായിരുന്നു അല്ലേ? പ്രസവത്തിലെ അങ്ങനെയല്ല. അരക്ക് താഴോട്ട് തീരെയൊക്കെ. അപ്പോൾ പിന്നെ ചലനശേഷി അല്ലാണ്ടല്ലോ, ശക്തി എല്ലാത്തിനും ഒരാളെ സഹായം വേണമല്ലേ? ഉള്ള സ്വന്തം കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ. ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, പോയിക്കാണ്ട് പോയിക്കാണ്ട്. മോളുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യും അല്ലേ? കുളിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ല, ഉമ്മ ചെയ്തു തരണം. ഉമ്മ ചെയ്തു തരണം എല്ലാ കാര്യങ്ങളും അല്ലേ? ഉമ്മ ചെയ്തു തരണം, ഡ്രസ്സ് ഇട്ട് തരണം, അങ്ങനെ അതൊക്കെ ഉമ്മ ചെയ്തു തരണം എല്ലാ കാര്യം. അപ്പോൾ മോക്ക് സ്വന്തം കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവളുടെ സ്വന്തം കാര്യം പോലൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ പക്ഷേ അവൾ പിന്നെ ഇങ്ങനെ നിരങ്ങിയിട്ട് എല്ലായിടത്തിലും പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ മോക്ക് ഇവിടുത്തെ വേറെ എന്തെങ്കിലുമൊക്കെ മോള് ചെയ്യാറുണ്ടോ? ഭക്ഷണമൊക്കെ, കുക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും? ഉമ്മക്ക് പറഞ്ഞു കൊടുക്കലാണ്. ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട് ഉമ്മ ചെയ്യും. അതേപോലെ അങ്ങനെ വെറൈറ്റി ഒക്കെ വേണേൽ മോള് പറഞ്ഞു കൊടുക്കല്ലേ? അങ്ങനെയാണ് വെറൈറ്റി ഉമ്മക്ക് പറഞ്ഞു കൊടുക്കലാണ്. എന്നിട്ട് ഉമ്മ അതേപോലെ ചെയ്യണം. അപ്പോൾ ആ മോളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വരുന്ന ഒരാളാവണം. ഒക്കെ എന്ന് പറഞ്ഞാൽ ഓളുടെ കാര്യങ്ങൾ പോലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂല. അതൊക്കെ ഒരാളെ സഹായം വേണം അല്ലേ? അതെ, നമുക്ക് ഒരൊറ്റ മോളാണ് ഇവർക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പം ദൂരമൊന്നും നമുക്ക് പ്രശ്നമില്ല, ഇങ്ങോട്ട് വരുന്ന ഒരാളാണല്ലോ. അപ്പോൾ പല കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരാൾ എത്ര ദൂരം നിന്ന് എവിടെ നിന്നായാലും കുഴപ്പമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരാൾ വരട്ടെ. പിന്നെ ഉപ്പാക്ക് വേറെന്താ പറയാനുള്ളത്? എനിക്കൊന്നും വരാനില്ല. അതെ, ആളെ കിട്ടിയ ഓക്കെ. ഗുളിക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഗുളിക ഒരു ചെറിയ കഴിച്ചിട്ടുണ്ട്. എന്തിനുള്ള ഗുളിക? ഡിപ്രഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഒരു പൊട്ട് കഴിക്കുന്നുണ്ട്, അത് നിർത്താൻ പറ്റില്ല. ആലിയപ്പൊട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഡിപ്രഷനുള്ള ചെറിയൊരു ഗുളിക കഴിക്കുന്നുണ്ട്. ഗുളിക കഴിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അത് നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ കഴിക്കുന്നുണ്ട്. അരപ്പൊട്ട് ഗുളിക, അത്രേ ഉള്ളൂ. അപ്പോൾ മോളുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ നിങ്ങൾക്ക്? അതായത് ഒരു ഗുളിക, ഡിപ്രഷനുള്ളൊരു ഗുളിക അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് നടക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടത് കൈക്ക് ബലക്കുറവുണ്ട്. അതായത് ആ കൈ കൊണ്ട് മോക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? ചെറുതായിട്ടൊന്നും പിടിക്കും. ഇതിന് കുഴപ്പമില്ല, വെളുത്തിന് കുഴപ്പമില്ല. വെളുത്തോണ്ട് എല്ലാം ചെയ്യണം, കുഴപ്പമില്ല. വലത്തെ കൈ കൊണ്ടാണ് അവള് ശക്തി കൊടുത്തിട്ട് ഇപ്പം ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കലും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ പേപ്പർ ഉണ്ടാവുള്ളൂ, മറ്റേ സ്ക്രൈബ് എഴുതിയതാ പരീക്ഷ എഴുതിയാണ്. പിന്നെ കാര്യമായിട്ടൊന്ന് ഇപ്പൊ സ്വിച്ച് ഇട്ട SLC തരാണ്ട് പോവുമല്ലോ. അതെ, 1ാം ക്ലാസ് ചേർത്താൽ അങ്ങനത്തെ ഒരു +2 ഉണ്ടാവും. വേറൊന്നുമില്ല അതിനെപ്പറ്റി. അതെ, സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും അതിനുള്ള ഒരു പിന്നെ അറിവ് ഇല്ല എന്നുള്ള അല്ലേ? അതാണ് അത്യാവശ്യം നമുക്ക് അറിയണൊക്കെ എങ്ങനെ അതിനുള്ളൊരു പഠിച്ചിട്ട് ഫുള്ളായിട്ട് അറിവ്. ഇംഗ്ലീഷ് പറയാം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് മലയാളം മീഡിയം ആയിരുന്നു പഠിച്ചിരുന്നത്. മലയാളം മീഡിയത്തിലാണ് നമുക്ക് മലയാളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഇംഗ്ലീഷിൽ നമ്മൾ അധികം അങ്ങനെ സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല.
ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നമുക്ക് പറ്റുമോ? ഇതിപ്പോൾ എങ്ങനെ നോക്കിപ്പോൾ 25 നമുക്കൊരു 35 വരെയൊക്കെ നോക്കിക്കൂടെ? ഒരു 35 വയസ്സ് വരെയൊക്കെ നോക്കാം. പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാൾ പറ്റുമോ? ഒരു ചെറിയ പ്രശ്നം അതിനൊക്കെ പരിചരിച്ച് കൊണ്ടുനടക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വിഷയമല്ല. ജോലിക്കൊക്കെ പോയി ഓളെ പരിപാലിക്കുന്ന ഒരാളായാൽ മതി. ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഡിവോഴ്സ് ആയത്, ഭാര്യ മരിച്ചതൊക്കെ നമുക്ക് നോക്കിക്കൂടെ? അങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. അവളെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. സേലക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പീപ്പിളിനെയാണ് വേണ്ടേ? എനിക്ക് എന്നെ മനസ്സിലാക്കി നല്ലപോലെ സ്നേഹിച്ച് നല്ല കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളാണോ, നല്ലപോലെ മനസ്സിലാക്കാൻ അറിഞ്ഞോണ്ട് നമ്മളെ കൂടെ നിക്കണം. പിന്നെ ഒരു ബാധ്യത ആയി പോവരുത്. അതാണ് എല്ലാം അറിഞ്ഞോണ്ട് കൂടെ നിക്കണം. പിന്നെ അവർക്ക് നമ്മള് ഒരു ബാധ്യത ആയി തോന്നാൻ പാടില്ല. അതാണ് തീർച്ചയായും. അത് നമുക്കുണ്ട് കിട്ടിയാൽ പിന്നെ ഇത് നമ്മൾ ഇത് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും അതുകൊണ്ടപ്പോൾ ഞങ്ങൾ വേറെ വരുമാനമല്ലോ, മുതൽമാനം ഇട്ടിൻ്റെ. നിങ്ങൾ കൃഷിയും കാര്യങ്ങളും ആണല്ലേ? കൃഷി അപ്പോൾ കുറച്ച് പിന്നെ കങ്ങ്, തെങ്ങ്, അതിനുള്ള വിത്തിലൊക്കെ കൂടി. അതുകൊണ്ട് ഞങ്ങളെ വരുമാനം 10,000 അടക്കമുണ്ടാവും. അതെ, കൃഷിയാണ്. അതെ, നടക്കണം. ഞാൻ ഇപ്പോൾ ഗാന്ധിനെ ചെയ്യുന്നതൊക്കെ അധ്വാനിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് വയസ്സൊക്കെ ആയില്ല, 70 വയസ്സായി എനിക്ക്. 70 വയസ്സായില്ലേ? 60 വയസ്സ് 61. അതെ. അപ്പോൾ ഇവർക്ക് പ്രായമായി വരുമ്പോൾ അറിയാലോ. തീർച്ചയായും പ്രായമായി വരുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ബേജാറാണ്. മോക്ക് പറ്റിയൊരു വരൻ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തൽ അത്രയും നിർബന്ധമാണ്. കാരണം ഓളെ സ്നേഹിക്കുന്ന ഒരാൾ, കാരണം ഉപ്പാൻ്റെ ഓലിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവളെ കാര്യങ്ങൾ ആരാ നോക്കുക എന്നുള്ളൊരു ഭയങ്കര ബേജാറും ടെൻഷനുമാണ് അവർക്ക്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത്. ഉമ്മാക്കായാലും ചെറിയൊരു ഡിപ്രഷൻ പോലെയൊക്കെ അല്ലേ, ചെറിയ രീതിയിലൊക്കെ മോളുടെ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പറ്റിക്കൊന്നും ചെയ്യാത്ത ആത്മാർത്ഥമുള്ള ഒരാളായിരിക്കണം കേട്ടോ, അതേ പറയാനുള്ളൂ. കാരണം ഇവരുടെ വീട് അതൊന്ന് കണ്ട് അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് നേട്ടം വിചാരിച്ച് ആരും വരരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി ഓളെ ചേർത്ത് പിടിച്ച് മരണം വരെ കൂടെ നിൽക്കുന്ന ഒരാളാവും. അതെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. ഇപ്പോൾ പല ആൾക്കാരും വിളിക്കും നല്ലവരായിരിക്കില്ല. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ, അത്രേ കാര്യങ്ങളുള്ളൂ അല്ലേ? അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ ശരി, നല്ലൊരാലോചന വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഉപ്പയും പിന്നെ സാലയും പറഞ്ഞിക്കും. അപ്പോൾ മോൾക്ക് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അവൾക്ക് ഒരു കാര്യങ്ങളും അവളെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ അവൾ നിറങ്ങിയിട്ട് പിന്നെ അങ്ങനത്തെ ഒക്കെ അവൾ ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഓളെ സ്വന്തം കാര്യങ്ങൾ, ബാത്റൂം പോലും പിന്നെ കുളി കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരാളെ ഹെൽപ്പ് തീർച്ചയായിട്ടും ഒക്കെ ആവശ്യമാണ്. പിന്നെ ഡിപ്രഷൻ്റെ ചെറിയൊരു പൊട്ട് ഗുളികം കുടിക്കുന്നുണ്ട്. പിന്നെ ഇടത് കൈക്കാണൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ മോളാണ്. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും പ്രായമായി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശങ്കയാണ്. നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ് ഈ മക്കളൊക്കെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തുമോ, അതിന് കൂടെ നിൽക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയും ബുദ്ധിമുട്ടുന്ന മോളുടെ കാര്യം ആലോചിച്ച് ഇത്രയും ടെൻഷൻ അടിക്കുന്ന ഒരു ഫാമിലി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഓല ആ ടെൻഷൻ നമുക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഈ വിളിക്കുന്ന ആൾക്കാരായാലും ശരി, ഒരു മനസാക്ഷി ഉള്ളവർ തന്നെ ആവണം കേട്ടോ, അതേ പറയാനുള്ളൂ. ഒരു പറ്റിക്കുന്ന ആളാവരുത്. അങ്ങനെ നിങ്ങൾ വന്ന് എന്തെങ്കിലും ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾ നന്നാവില്ല. കാരണം അത്രയും വിഷമിക്കുന്നൊരു ഫാമിലിയാണ്. ഒരു വിഷമിക്കുന്ന ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടി വരുന്നവരാവരുത്. അവരുടെ ജീവിതത്തിൽ ഒരു ആളുടെ കല്യാണം റെഡിയായി എന്നുള്ളൊരു സന്തോഷത്തിൽ ഓലിക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയും ആത്മാർത്ഥമായിട്ട് ഉള്ളെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലൊരാലോചന മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ.